മഹത്വം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇപ്രകാരം ഇവിടെ ഒരുമിച്ച് വരുവാനും നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നിൽക്കണം സർവശക്തനായ ദൈവം കൃപ ചെയ്തതിനായി. വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ സ്വാഗതം ചെയ്ത ഇത്രയും ബഹുമാനമുള്ള നമ്മുടെ വികാരിയച്ഛൻ, അതുപോലെ തന്നെ കട്ടപ്പന സഭാ ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ ചെയർമാൻ കൂടിയായ ബിനോയച്ചൻ, എത്രയും സ്നേഹമുള്ള MC പീറ്റർ സാറ്, അതുപോലെ ജംഗ്ഷനിൽ വളരെ ഊഷ്മളമായ സ്വീകരണം നൽകിയ സഭാമക്കൾ, എത്രയും സ്നേഹം പറഞ്ഞ നാട്ടുകാർ, പ്രിയമുള്ളവർ, സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, ചുമതലക്കാർ, പ്രത്യേകിച്ച് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കുന്ന സ്ഥിരീകരണ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വീണ്ടും ഈ സഭയിൽ കടന്നു വരുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദീർഘനാളുകൾ ഇവിടെ ഈ സഭയുടെയും കൂടെ ഇടവപ്പെട്ടക്കാരനായി ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഇടയായി തീർന്നു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നതെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. 1993 ആദ്യമായിട്ട് 94 ആദ്യമായിട്ട് കട്ടപ്പനയിൽ ഒരു ശുശ്രൂഷക്കാരനായി വന്നത്. 3 മാസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തിരികെ പോയി. വീണ്ടും 5 വർഷം കഴിഞ്ഞപ്പോൾ, 5.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ ഇടവപ്പെട്ടക്കാരനായിട്ട് വന്നു. അങ്ങനെ ദീർഘനാൾ ഇവിടെ ശുശ്രൂഷിപ്പാനായിട്ടും ദൈവം കൃപ ചെയ്തു. അത്രയും നാൾ ശുശ്രൂഷ ചെയ്ത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഏതെങ്കിലും മിടുക്കോ സുരക്ഷിതമൊന്നും അല്ല. നിങ്ങളുടെ കട്ടപ്പന ഇടവകയുടെ, കട്ടപ്പന സഭയുടെയും ഇടവകയുടെയും ആകമാനമായിട്ടുള്ള ഒരു പ്രോത്സാഹനവും കൈത്താങ്ങലും അന്ന് വളരെ ചെറുപ്പക്കാരനായിരുന്ന നമ്മുടെ വിനിയോഗച്ചനെ പോലെയുള്ള യുവജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നതുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. മാത്രമല്ല അതൊക്കെയും ഇന്നും ഞങ്ങളുടെ ഓർമ്മയിൽ വളരെ പച്ചപിടിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് വളകരമേട് സഭയിലും കട്ടപ്പന ഇടവകയിലും അല്ലെങ്കിൽ കട്ടപ്പന സഭയിൽ ഏത് സഭയിലാണെങ്കിലും കടന്നു വരികൾക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് കട്ടപ്പന ഇടവപ്പള്ളിയിലും ഈ വളകരമേട് സഭയിലും കടന്നു വരുന്നതിൽ വളരെ സന്തോഷമാണ്. ഈ ദേവാലയം ഈ രീതിയിൽ പണിയുന്നതിന് മുമ്പുള്ള കാലങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. ഇവിടെ വന്ന് ആരാധനയ്ക്ക് കൂടുന്നതും കൂട്ടായ്മ യോഗം ആചരിക്കുന്നതൊക്കെയും ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ തീക്ഷ്ണതയോടെ, വളരെ തീവ്രമായി, ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ട് മാനിച്ച ദൈവം ഇവിടെ നിന്ന് തന്നെ ധാരാളം ദൈവവേലക്കാരെ എഴുന്നേൽപ്പിച്ചു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മിഷണറിമാർ, ഉപദേശിമാർ മാത്രമല്ല, അവരിൽ ചിലരെ ഈ പ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. സ്ക്രിയാച്ചൻ, സാമച്ചൻ, അരുണച്ചൻ, മരുമകൻ നമ്മുടെ ബിനോയച്ചൻ, അവരെല്ലാം നമ്മുടെ ഡയസിസിൽ മഹാടവയിൽ അവരെ വിളിച്ചാക്കുന്ന, നിയോഗിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും സുദീർഘമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവർ ആയിരിക്കുന്നു. കട്ടപ്പന ഇടവപ്പള്ളിയിൽ നിന്നും അച്ഛന്മാരുണ്ടായി. അത് ആ സഭയുടെ സഭാമക്കളുടെ, മാതാപിതാക്കന്മാരുടെ തീക്ഷ്ണമായ ദൈവവിശ്വാസത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ഫലമായി, സുവിശേഷത്തിലുള്ളവരുടെ താല്പര്യത്തിൻ്റെ ഫലമായി അവിടുന്നും ദൈവവേലക്കാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. നമ്മുടെ PV ചാക്കോച്ചൻ, സ്നേഹമുള്ള PV ചാക്കോച്ചൻ, ബിനോയ് അച്ഛൻ, ജോസിലിൻ അച്ഛൻ, അങ്ങനെ അച്ഛന്മാരെയും അവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് കട്ടപ്പന ഇടവക ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവക തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തെ അവർ സ്നേഹിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളത് തന്നെ. ഞങ്ങൾ കുടുംബമായിട്ട് കട്ടപ്പന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വേറൊരിടത്തു നിന്ന് വന്നൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അവർ കണ്ടില്ല. അവരുടെ തന്നെ ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ ഞങ്ങളോട് കാണുകയും ഇന്നും അങ്ങനെ ഞങ്ങളോട് ഇടപെടുകയും ചെയ്യുന്നു. അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കുള്ള വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. പലപ്പോഴും ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ചെറിയൊരു സമയം കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ, ഞാനും ലാലിയും കൂടെ ഇരുന്ന് പറയാറുണ്ട് കട്ടപ്പനയെക്കുറിച്ചും കട്ടപ്പന ആൾക്കാരെക്കുറിച്ചും മറ്റ് സഭകളെ ശുശ്രൂഷ ചെയ്ത ആൾക്കാരെക്കുറിച്ചും ഒക്കെയും പറയാറുണ്ട്. അതിലൊക്കെയും ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ് ഇത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ ജൂബിലി ആഘോഷം, 60-ാം വർഷം ജൂബിലി ആഘോഷം
അത് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ 1 വർഷം മുമ്പ് തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അതിനിടയ്ക്കൊരു പാർട്ട്ണർഷിപ്പ് വിസിറ്റ് വന്ന കാരണം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാതിരുന്നത് കൊണ്ടും അന്ന് ദിവസം വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനും പറഞ്ഞു നമുക്കത് ആ ദിവസം മാറ്റണ്ട, അത് നടക്കട്ടെ. ചെയ്തോ എന്ന് പറഞ്ഞു. നമുക്ക് തിരുമേനിമാരാരെങ്കിലും നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല, നമ്മുടെ തിരുമേനി തന്നെ വേണം എന്ന് അവർ നിർബന്ധം പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. നമ്മുടെ ട്രഷറച്ചനെ അന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ വിളിച്ചു, പറഞ്ഞു കാര്യങ്ങളെല്ലാം. ആ ജൂബിലി സംബന്ധമായുള്ള ആഘോഷങ്ങളെല്ലാം തീർന്നു. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞ ആഘോഷിക്കുന്നത്, അപ്പം സ്ഥിരീകരണ ശുശ്രൂഷയുണ്ടല്ലോ, അത് നമുക്കത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റിവെച്ചു. അതുകൊണ്ട് അത് ജൂബിലി സമാപനമായിട്ട് മറ്റൊരു പ്രോഗ്രാമും കൂടെ ആയി വന്നു. ഒരുപക്ഷെ ഇതിന് സാമ്പത്തിക അധിക ചെലവ് വന്നോ എന്നെനിക്ക് ചെറിയ പേടി ഇല്ലാതില്ല. കാരണം ഒരു ശുശ്രൂഷയ്ക്ക് തീരേണ്ടതായിരുന്നു, പക്ഷേ അത് 2 ശുശ്രൂഷയായപ്പം അതുകൊണ്ട് അല്ലറ ചില്ലറ സാമ്പത്തിക ചെലവുകൾ കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും മുൻനിർണയത്തിലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങ് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. കാരണം മറ്റെല്ലാ കാര്യങ്ങളും അച്ഛനിപ്പോൾ പറഞ്ഞ വികാരി അച്ഛനിപ്പോൾ പറഞ്ഞ എല്ലാ സംഗതികളും കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആലോചന പ്രകാരമല്ല, അതിലപ്പുറമായി ദൈവത്തിൻ്റെ ഒരു കരുതലും നടത്തിപ്പുമൊക്കെ ഉണ്ട്, പ്ലാനിങ് ഉണ്ട് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ജോൺസൺ, ഞങ്ങൾ മോനപ്പൻ എന്നും മോനാപ്പി എന്നൊക്കെ വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോൺസൺ, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ ആദ്യം ചെമ്മണ്ണാറാണ് ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് എൻ്റെ സുഹൃത്താണെന്ന് വെച്ചാൽ സുഹൃത്തല്ല, അതിനേക്കാൾ അപ്പുറമായിട്ടൊരു വാക്ക് പറയാമല്ലോ, ഒരു സഹോദരനെ പോലെ അദ്ദേഹം പ്രവർത്തിക്കും. കണ്ടുമുട്ടി അന്നു മുതൽ ഇന്നു വരെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ആളുടെ രൂപത്തിലും ഭാവത്തിലല്ല, സ്വഭാവത്തിൽ. 4 വർഷം അവിടെ ഞാൻ തനിയേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ ഭാഷയെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിച്ചു. എപ്പോഴും എൻ്റെ സഹായിയായിരുന്നു. അത് ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. ജോൺസൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അവരൊക്കെയും വളരെ നല്ല സഹായം എനിക്ക് അവിടെ ചെയ്തു. ആ കാലഘട്ടത്തിലുള്ള എല്ലാ യുവജനങ്ങളും അവരൊക്കെയും സഭയുടെ വിവിധ ചുമതലകളിൽ ഇപ്പോഴും ആയിരിക്കുന്നു. അത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഈ സമയത്ത് ജോൺസനെ കുടുംബമായിട്ട് ഓർക്കുന്നു. ഭാഗ്യവശാൽ ഇവിടെയാണ് അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് വളരെ സന്തോഷമാണ്. വല്ലപ്പോഴും പോകുമ്പോൾ അവിടെ നിറങ്ങാനും ഒരു ചായ കുടിക്കാനൊക്കെയുള്ള അവസരമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ശുശ്രൂഷകർ, എത്രയും ബഹുമാനരായ അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ ഇവിടെ ഉണ്ട്. അവരിൽ പലരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നത് ഞാൻ സമയത്ത് ഓർക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇടയായതിലും വളരെ സന്തോഷമുണ്ട്. ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ, അവരെ മറ്റു സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ വഴി സൗകര്യമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളുണ്ട്. മിൽമ ഇവിടെ അടുത്തുള്ള കാരണം പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പൈസ കയ്യിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായൊരു സ്ഥലമാണ് ഇത്. ഒരുപക്ഷെ എല്ലാ മാസവും അന്നത്തെ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയൊന്നും കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ വാർഷികമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും സഭാമക്കളെല്ലാവരും ചേർന്ന് ആ കാര്യങ്ങളൊക്കെ കണക്കൊക്കെ ഏതാണ്ട് ലെവലാക്കി കൊടുക്കും എന്നുള്ളതിലും സംശയമില്ല. അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ സമയത്ത് ഓർക്കുന്നു. അതിന് മുമ്പൊക്കെയും പലപ്പോഴും ശുശ്രൂഷകർ മാറി വരുന്നൊരു രീതി ഉണ്ടായിരുന്നു. പിന്നീടൊക്കെ വന്നപ്പം അവർക്ക് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനുള്ള ഒരു സംവിധാനമൊക്കെയും ദൈവം നമുക്കൊരുക്കി. ഇന്ന് നമ്മൾ ഈ കാണുന്ന ആലയം ഒറ്റയടിക്ക് ഇങ്ങനെ ഉണ്ടായതല്ല. പല ഘട്ടങ്ങളിൽ ഇത് ഇങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. ഓരോ കാലഘട്ടത്തിലും പ്രവർത്തിച്ചവർ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് മാറ്റമില്ല. അവർ ചേർന്ന് അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്തു, പ്രാർത്ഥിച്ചു, മുട്ടുമേഞ്ഞു. അതിൻ്റെ എല്ലാം ഫലമായി ഇന്ന് ഈ കാണുന്ന ആലയം ഉണ്ടായി. ഇന്നേക്ക് ഇത് 60-ാം വർഷം ജൂബിലി ആകുന്നുവല്ലോ. ഇന്നേക്ക് ഏതാണ്ട് 30 വർഷം മുമ്പ് ഈ ദേവാലയത്തിൻ്റെ പണികൾ ആരംഭിച്ചപ്പോൾ ഉള്ള രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമുക്ക് മൊത്തം പണം ആരെങ്കിലും തരുമെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ പ്രാപ്തി പോലെ നമ്മൾ തറയിടുകയും അല്ലെങ്കിൽ അടിസ്ഥാനം ഇടുകയും കുറച്ച് പൈസ കിട്ടുമെന്നായപ്പോൾ അതനുസരിച്ച് മോള് പണിയുകയും ചെയ്തു. അപ്പോൾ ഇടയ്ക്കുള്ള പണിയിൽ അതിന് ഇത് താങ്ങാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഏതായാലും ദൈവം അതിനുള്ള ഉറപ്പൊക്കെ തന്നിരിക്കുകയാണ്. നമ്മളെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട ജോയ്,
അദ്ദേഹം തമാശ രൂപേണ പറയായിരുന്നു, അച്ഛൻ എന്നാ പറഞ്ഞാലും ഞാൻ ഈ വാതക്കലേ ഇരിക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു അതെന്നാ? അല്ല, എന്തേലും ശബ്ദം കേൾക്കോടെ എനിക്ക് വേഗം ചാടി ഇറക്കാമല്ലോ. രസകരമായ ഓർമ്മകളാണ് അതെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഞാൻ ഓർക്കുന്നു. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഞാൻ പോയിട്ടുണ്ട്. എല്ലാവരുടെയും സ്നേഹസൽക്കാരങ്ങൾ കൈക്കൊള്ളാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കട്ടെ. അന്നുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് സഭയുടെ ചുമതലക്കാരായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഓരോരോ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച ശുശ്രൂഷകരെ അവരെ മറക്കാതെ സഭയുടെ ഭരണസമിതി വിളിച്ചു. അവരിൽ ചിലർ നേരത്തെ വന്ന് കാണും, ഇന്ന് കുറച്ച് പേരൊക്കെ മാത്രമുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യും. പ്രിയപ്പെട്ട പീറ്റർ സാറിനെ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ ഒരു നന്ദികേടായിത്തീരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. വേറെ ഒന്നുമല്ല, ഒരു പനി ഇതവിടെ നമ്മുടെ പുളിയമ്മേൽ അങ്ങനെ വരുന്നു എന്ന് കേട്ടാൽ ലീവ് എടുക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് ഞങ്ങളിൽ പലരും, ശുശ്രൂഷകരിൽ പലരും. ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ, വയ്യ എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആരോഗ്യനില ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എങ്കിലും ദൈവം അദ്ദേഹത്തെ ശക്തീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛ, അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം, ദൈവാശ്രയം മൂലം ഒരു കുടുംബമായി കൊച്ചുമ്മയും മക്കളും വളരെ സപ്പോർട്ട് ചെയ്യുന്നു. സഭയുടെ ഭരണസഭ അംഗങ്ങൾ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ജൂബിലി ആഘോഷം എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഒത്തിരി മാനസിക, ശാരീരിക, സാമ്പത്തിക കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉൾക്കൊള്ളുന്നു. അതെല്ലാം സാറിനെ പോലെ പരിചയസമ്പന്നനായ ഒരു ആൾക്ക് കാര്യം ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിചയവും ദൈവാശ്രയവും ദൂരക്കാഴ്ചയുമെല്ലാം ഈ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കാൻ നമുക്കിടയായി തീർന്നു. ബഹുമാനമുള്ള ഇടവപ്പെട്ടക്കാരൻ നമുക്കതിന് എല്ലാവിധമായ സപ്പോർട്ട് നൽകുന്നു. നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള ആളാണ് ഇടവപ്പെട്ടക്കാരൻ. മാത്രമല്ല അദ്ദേഹം തന്നെയാണ് ജില്ലാ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ വളരെ നല്ലൊരു ഒരു ടീം ഇവിടെ വന്നു. പ്രത്യേകിച്ച് സാറിനെ ഈ സമയത്ത് ദൈവത്തിന് നന്ദി കരയേറ്റത്. കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചമ്മയെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ബനിയാച്ചനെ ഞാൻ പ്രത്യേകിച്ച് ഓരോരോ സമയത്തും അച്ഛൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്താണ് ഞാൻ പറഞ്ഞു, അച്ഛ 8 മണി എന്നാണ് നോട്ടീസ്. അത് എനിക്ക് പറ്റിയൊരു ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ശ്രദ്ധക്കുറവാണ്. ദിവസം പറഞ്ഞു എങ്കിലും സമയം പറയാനായിട്ട് ഞാൻ വാസം പറഞ്ഞാൽ വിട്ടു. പിന്നീടാണ് സമയത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഡയറി നോക്കിയപ്പോൾ സമയം എഴുതിയിട്ടില്ല, മനോരമയുടെ എഴുതിയിട്ടുണ്ട്. ഉടനെ അങ്ങനെ തപ്പിയപ്പോഴാണ് ഒരു നോട്ടീസ് എനിക്ക് കിട്ടി. നോക്കിയപ്പോൾ അത് 8 മണിക്കാണ്. അപ്പോൾ ഇന്നലത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 8 മണിക്കൂടെ എത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം വേറെ ഒന്നും കണ്ടല്ല, ഒന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞല്ലോ, അതാണ് അതിനകത്തൊരു പ്രശ്നം. ഏതായാലും വേണ്ടില്ല, ഞാൻ അച്ഛനോട് പറഞ്ഞു ചെറുതോണി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, എന്നിട്ട് ആൾക്കാരെ എന്ത് ചെയ്താൽ മതി. അപ്പോൾ സ്വീകരണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. ചിലപ്പോൾ അത് മിക്കവാറും ജംഗ്ഷനിലായിരിക്കും. അതുകൊണ്ട് രാവിലെ 7:45 അവർ വന്നെങ്കിൽ പിന്നെ 9 മണി വരെയൊക്കെ അവിടെ നിൽക്കാമെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറഞ്ഞു പോയതാലും രണ്ടുപേരും അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി വേണ്ട രീതിയിൽ വന്ന ജനങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. അവിടെ അത്രയും നേരം കുറേ പേരൊക്കെ നേരത്തെ വന്നവരൊക്കെ അധികം നേരം നിന്നു. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിപ്പാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലീസൺ അച്ഛനോട് ചോദിച്ചു. ലീസൺ അച്ഛൻ, അവർ 3 പേരാണ്, അച്ഛൻ്റെ കൂടെ 2 മിഷണറിമാരും കൂടെ വന്നിട്ടുണ്ട്. അച്ഛാ നാളെ എന്താണ് പരിപാടി? അപ്പം അച്ഛൻ പറഞ്ഞു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് രാവിലെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ ഇവിടെ എന്താ വല്ലതും കാണാനോ വല്ലതും ഉണ്ട്? അങ്ങനെ സാധാരണ അവിടെ നിന്ന് വരുമ്പം ഇവിടെയൊക്കെ ഒന്ന് അവരുടെ പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടേ കാണിക്കുന്നൊരു പതിവുണ്ട്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താ നമുക്ക് വളരെമേടിന് പോകാം, വളരെമേടിന് പോകാമെന്നെങ്കിൽ ഒരു പ്രോഗ്രാമുണ്ട്, പോകാമെന്ന് പറഞ്ഞ് പോരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പോരുകയാണ്. ഇവിടെ വന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴാണ് പറഞ്ഞത് ഈ പള്ളി പണിക്ക് ഇപ്പം ഇരിക്കുന്ന ഈ ദേവാലയത്തിന് നിർമ്മാണത്തിന് വാഴക്കീരിക്കിലെ കുടുംബാംഗങ്ങൾ ആരോ ആണ് അതിനെന്തൊക്കെയോ ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കുറേ സാമ്പത്തിക സഹായങ്ങൾ അവരിലൂടെയാണ് വന്നത്. അപ്പം ഞാൻ വികാരി അച്ഛനോട് ചോദിച്ചു, അച്ഛാ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? സാറോട് ചോദിച്ചു. അവരുടനെ തപ്പിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ഇപ്പോൾ കേട്ടത്. മുന്നമേ ആലോചിച്ച് വന്നതല്ല. ഈ ദേവാലയത്തിൻ്റെ 60ാമത് സഭയുടെ 60ാമത് ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ പുതിയ ഇന്നേക്ക് 30 വർഷം മുമ്പ് എന്ന് നമുക്ക് പറയാം,
ഈ പുതിയ ദേവാലയം പണിതപ്പോൾ പ്രതിഷ്ഠിച്ച സമയത്ത് ഇതിൻ്റെ സാമ്പത്തിക സഹായം നമുക്ക് ലഭ്യമായത് അച്ഛൻ്റെ പേരപ്പൻ്റെ അച്ഛനാരാ അല്ല പറയുക അച്ഛൻ്റെ ആരാ അച്ഛൻ്റെ വല്യപ്പന് ജ്യേഷ്ഠനാണ് ഈ മഹാടകയിൽ മഹാടരൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന എത്രയും പ്രഗത്ഭനായ W.V. വർഗീസ്. പാട്ടിൻ്റെ ഉസ്താദ് എന്നൊക്കെ പറയാം. അദ്ദേഹം പാട്ട് ഓർഗൻ തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രഗത്ഭനായ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലെ അംഗമായിരുന്ന അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ സാമ്പത്തിക സഹായം അമേരിക്കയിൽ നിന്ന് ചെയ്തത്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അത് കല്ലിൽ എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ നമ്മുടെ യാദൃശ്യമെന്ന് തോന്നിയാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്ന് അല്ലാതെ പറയാനായിട്ടില്ല. ഒരുപക്ഷെ അച്ഛനും അത് അങ്ങനെ അറിഞ്ഞോന്ന് അറിയത്തില്ല, അച്ഛനും അത് അറിഞ്ഞുകൊണ്ടൊന്നും വന്നതല്ല. അല്ലെ പറയായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരെ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ചാടി വണ്ടിയാക്കാരാണ്, അങ്ങനെയൊന്നും കയറിയതല്ല. വളരെ യാദൃശ്യമായിട്ട് വളരെ യാദൃശ്യമായിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ആ കാര്യങ്ങൾ ചെയ്തത്. ഞാൻ ഇത്രയും പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് നമുക്ക് ഓർക്കുമ്പോൾ മാത്രമേ അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ബോധ്യപ്പെടുത്തുവാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ജൂബിലി സമാപന വേളയിൽ ശുശ്രൂഷയിൽ നമുക്ക് ദൈവത്തെ ഹൃദയംഗമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവാലയ സന്നിധിയിൽ ആയിരിക്കാം. വന്നു ചേർന്ന എത്രയും ബഹുമാനരായ പ്രിയപ്പെട്ട ശുശ്രൂഷരെയും എത്രയും ബഹുമാനരായ അച്ഛന്മാരെയും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മാക്സിൻ ജോണച്ചൻ നമ്മുടെ ഡയസിസിൻ്റെ വിവിധങ്ങളായ ചുമതലകളിൽ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നു. ഡയസിൻ ഓഫീസിൽ പ്രത്യേകിച്ച് ബിഷപ്പ് ഓഫീസിൽ ബിഷപ്പ് സെക്രട്ടറിയായിട്ടും ചാപ്ലിനായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നു. പാർട്ട്ണർഷിപ്പിൻ്റെ സെക്രട്ടറിയായിട്ടും കൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ നടക്കുന്ന ബക്കർഡയിലെ ഇടപെട്ടക്കാരനായിട്ടും കൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രത്യേകമായ ചുമതലകൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മഹാട മുമ്പോട്ട് പോകുന്നത്. അത് ഓർത്ത് ഞാൻ അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലും ഈ സഭയിൽ നിന്നും കട്ടപ്പന ഇടവകയിൽ നിന്നും മഹാടയ്ക്ക് ലഭിക്കുന്ന എല്ലാവിധമായ സഹായ സാധനങ്ങൾക്കും നേതൃത്വങ്ങളുമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് സ്ഥിരീകരണമാണ് അല്ലേ. ആദ്യത്തെ ഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. സ്ഥിരീകരണ കുഞ്ഞുങ്ങൾ എത്ര പേരാണെന്നറിയാമോ നിങ്ങൾ? എത്ര പേരാ? 18 പേരുണ്ട് അല്ലേ. 18 പേരുണ്ട്. ചിലർ ഇച്ചിരി പ്രായം കുറഞ്ഞവരാണ്, ചിലർ ഇച്ചിരി പ്രായം ഉള്ളവരാണ്, ചിലർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സ്നാനപ്പെട്ടവരാണ്, ചിലർ ഇച്ചിരി പ്രായമായപ്പോൾ സ്നാനപ്പെട്ടവരാണ് അല്ലേ. അങ്ങനെ വിവിധ പ്രായത്തിലും ഉള്ള ആൾക്കാരാണ് എൻ്റെ അകത്തുള്ളത്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ഈ കുട്ടികളിലെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ, മാതാപിതാക്കന്മാർ പേരൻസ്, സ്ഥിരീകരണത്തിന് കടന്നു വന്നിട്ടുള്ള കുട്ടികളിലെ മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാർ ഓക്കെ താങ്ക് യു. ജ്ഞാനമാതാപിതാക്കന്മാരെല്ലാം ഉണ്ട്. ജ്ഞാനമാതാക്കന്മാർ ഓക്കെ കേട്ടാൽ നിങ്ങളെയും സഭാമക്കളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ദേവാലയത്തിനുള്ളിലും ദേവാലയത്തിന് പുറത്തും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട എൻ്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളോട് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി ഉത്തരം പറയുക എന്നുള്ളതാണ്. ഓക്കെ, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കാതെ ഒരൊറ്റ ആളെ എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വിട്ടേക്കരുത് എന്ന് അച്ഛനോട് പറഞ്ഞില്ല. അങ്ങനെയാണെന്ന് അച്ഛൻ പറഞ്ഞു. എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിരിക്കും. ഓക്കെ, എന്നാലും ചില ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ചോദിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ സ്ഥിരം കഴിഞ്ഞ് കുറേ ആൾക്കാരോട് ഇരിപ്പുണ്ട്, അവരോട് മാത്രം എന്നാ തിരികെ ചോദിക്കാൻ ഞങ്ങൾ എന്നാ ചോദിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് പുറത്തിട്ട് ഇറങ്ങുമ്പം ഉത്തരമില്ല. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉത്തരം പറഞ്ഞാൽ അത് മാത്രം മതി. തെറ്റോ ശരിയോ എന്ന് പ്രശ്നമേ അല്ല, ഉത്തരം കേട്ടോ. ഓക്കെ, അത് ഇച്ചിരി ഉറക്കെ പറയുകയും വേണം. ഈ ഉറക്കക്ഷീണം എല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെവിക്ക് ഇച്ചിരി കഴിവ് കുറവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഉറക്കെ ഉത്തരം പറയണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഉറക്കം ചെയ്യരുത്. എന്തെങ്കിലും വിശപ്പോ ദാഹമോ തലയിറക്കമോ തോന്നി എന്ത് ചെയ്യാം, കൈവയ്ക്കാൻ മതി. ഇവിടെ കമ്മിറ്റിക്കാർ ഇരിപ്പുണ്ട്, അവരെന്ത് ചെയ്യും, വെള്ളമോ എന്നാ വേണം എന്ത് ചെയ്യും ഗുണം കേട്ടോ. പണ്ടൊക്കെ തിരുമേനിമാർ ചെയ്തിരുന്നത്, സ്ഥിര കുട്ടികളെ എന്ത് ചെയ്യും, ഒരു 1.5 മണിക്കൂർ എഴുന്നേൽപ്പിച്ച് നിർത്തും, ചോദ്യം ചോദിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അന്നൊക്കെ പല പിള്ളേരും എന്ത് ചെയ്യുമായിരുന്നു, തല ഇറങ്ങി താഴെ വീഴുമായിരുന്നു. പിന്നെ സമയം നീണ്ടു പോകുന്ന കാരണം ഇപ്പോൾ എന്ത് ചെയ്തില്ല, ഈ ആദ്യത്തെ ഭാഗത്ത് നിങ്ങളെ ഇരുത്തതേ ഉള്ളൂ. കാരണം അഥവാ തല ഇറങ്ങിയാൽ എന്ത് ചെയ്യരുത്, നിലത്ത് വീഴരുത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പേടിക്കാനൊന്നുമില്ല, ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൽ മതി, ഉത്തരം പറഞ്ഞാൽ മതി. അത് നമ്മൾ പണ്ട് കാലത്തുള്ള ഒരു രീതിയാണ്.
ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. അപ്പോൾ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ്, ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ആഴമേറിയ സത്യങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിൽ ആഴമേറിയ സത്യങ്ങൾ കുട്ടികളെ, പഠിതാക്കളെ പഠിപ്പിക്കുന്ന രീതിയാണ് കാറ്റക്കിസം എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ ചോദ്യോത്തരം എന്ന് പറയും. ഇപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ എടുക്കാറില്ലെങ്കിലും വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ തിരുവചന സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു മാർഗം തീർച്ചയായിട്ടും അതുതന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ ദീർഘമായ ക്ലാസ്സുകൾ എടുത്തതിന് ശേഷമാണ്, പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സ്ഥിരീകരണത്തിന് വരുന്നത്. അപ്പോൾ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിശ്ചയമായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കണം. കാരണം ഇത്ര ഒരു അവസരം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ആയുസ്സിൽ എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മുടെ CSI ഒരു സഭാംഗത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇത്, ഈ ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ടുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുകയും ആ ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനം എടുക്കുകയും ചെയ്യാം. ഇതിനുശേഷം ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട. അതിന് ഉത്തരം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ പറഞ്ഞു തരും, നിങ്ങളത് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നാട്ടുകാർ അങ്ങനെ വിമർശനാത്മകമായിട്ട് അങ്ങനെ പറയാറുണ്ട്. എന്താ ചോദ്യം ആര് ചോദിക്കുന്നു? ബിഷോപ്പ് തന്നെ ചോദ്യം ചോദിക്കുന്നു, ബിഷോപ്പ് തന്നെ ഉത്തരം പറയുന്നു അല്ലേ? പിള്ളേരെന്ത് ചെയ്താൽ പിള്ളേരെങ്ങനെ അങ്ങനെ ഇരിക്കുന്നു? ഏതപ്പാ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. അതെൻ്റെ വിമർശനം പറഞ്ഞതാണ്, ഒരു പ്രയോജനമില്ലെന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. വളരെ പ്രയോജനമുള്ള അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് ഇതിനെ കാണുന്നത്. ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ദിവസമാണ്. അപ്പം എന്താണ് തീരുമാനമെടുക്കുന്നത് എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഈ പഠനത്തിൻ്റെ അകമാനമായ ലക്ഷ്യം പറഞ്ഞാൽ അതാണ്. ഇവിടെ ചോദ്യം ചോദിക്കുന്നതും അങ്ങനെയാണ്. ഇവിടെ ചോദ്യം ചോദിക്കേണ്ട പൊതുവുള്ള രീതി ഇതാണ്. ചിലത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചിലത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു, ചിലത് നിങ്ങൾ സ്വീകരിക്കുന്നു, ചിലത് നിങ്ങൾ സമ്മതിക്കുന്നു, ചിലത് നിങ്ങൾ വാഗ്ദത്വം ചെയ്യുന്നു ദൈവസന്നിധിയിൽ. അത്രയും കാര്യങ്ങളാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. അത് ചെയ്താണ് നിങ്ങൾ പോകുന്നത്. അത് നമ്മുടെ സ്വന്തമായ ശക്തിയാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാലിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരമാണ്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സഭാപിതാക്കന്മാർ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആധാരമായിട്ടൊരു വാക്യം ഞാൻ നിങ്ങളോട് വായിക്കാം, നിങ്ങളത് എടുക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ആദ്യം എടുത്തവർ ആദ്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇപ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുടെ 60ാമത് വർഷം കൊണ്ടാടുവാൻ തക്കവണ്ണം, ജൂബിലി കൊണ്ടാടുവാൻ തക്കവണ്ണം അവിടുന്ന് ഭാഗ്യം ചെയ്തു. അതിന് സമാപന ദിവസത്തിൽ ഞങ്ങളായിരിക്കുന്നു. സ്ഥിരീകരണ ശുശ്രൂഷയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടെ നമുക്ക് ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇവിടെയും പറയുന്നപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. അങ്ങയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന വലിയൊരു സമൂഹത്തെ കർത്താവെ, സഭാമക്കളെ അങ്ങയുടെ പക്ഷം ചേർന്ന് നിർത്തുവാനും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ സഹായമില്ലാതെ ഒന്നും സാധിക്കുമില്ലല്ലോ. അതിനാൽ അങ്ങയുടെ കരങ്ങളിൽ സമസ്ത കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അടിയൻ പറയുന്നപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. മഹത്വല്ല അങ്ങ് മാതെടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. കൽപ്പനയുണ്ട്. എത്ര നമുക്കുണ്ട്? കൽപ്പന എത്രയുണ്ട് മക്കളെ? 10 അറിയാവുന്നൊരു കേൾപ്പിക്ക്. 10 കൽപ്പന അറിയാം. സത്യം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, പറയാവുള്ളൂ കേട്ടോ. അറിയത്തില്ലെങ്കിൽ 10 അറിയത്തില്ലെങ്കിൽ കൈവക്കണ്ട കേട്ടോ. അല്ലാത്തവർക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, 10 കൽപ്പന അറിയാവുന്നൊരു കേൾപ്പിക്കുകയാണ്. ഓക്കെ, ഏതാതിൻ്റെ 5 കൽപ്പന. ഓക്കെ, ഒരു 4 അറിയാവുന്നൊരു കേൾപ്പിക്കുക. 4 ഏതെങ്കിലും, അതിന് ഓർഡറൊന്നും നോക്കണ്ട. 4 കൽപ്പന എനിക്കറിയാം. ഒന്ന് നോക്കി വയ്ക്കുക. 3 കൽപ്പനകൾ അറിയാവുന്ന കേൾപ്പിക്കുക. 2 കൽപ്പന അറിയാവുന്ന കേൾപ്പിക്കുക.
10 കൽപ്പനകളിൽ രണ്ടെണ്ണം, ഏതെങ്കിലും രണ്ടെണ്ണം. ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാകുന്നുണ്ടല്ലേ? ഒരു കൽപ്പനയെങ്കിലും അറിയാവുന്ന രൂപയ്ക്ക് ഒരു കൽപ്പന, ഒന്നും അറിയത്തില്ല അത് രൂപയ്ക്ക് ഒരു 10 കൽപ്പന അറിയത്തില്ല. എല്ലാവർക്കും അറിയോ? ചിലർ കൈ പൊക്കിയില്ല, അത് ഞാനിങ്ങനെ എടുത്തെടുത്ത് ഓക്കെ. ഇത് പുറകിലിരിക്കുന്ന പിള്ളേർ ഇതൊരു അവസരമാക്കി എടുക്കരുത്. തിരുമേനി കൽപ്പന പഠിക്കാതെയും വന്നിട്ടും എന്ത് ചെയ്തു, അവർക്ക് സ്ഥിരീകരണം കൊടുത്തു എന്ന് എന്ത് ചെയ്യരുത്, അങ്ങനെ നിങ്ങളൊരു അവസരമായിട്ട് എടുക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം വേണ്ട രീതിയിൽ അവർക്ക് മനസ്സിലാകാത്തുണ്ടായിരിക്കാം. കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നിശ്ചയമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കൽപ്പന എത്രയാണ്? 10 കൽപ്പന എന്ത് ചെയ്യണം? അത് കാണാപ്പാടം നമ്മൾ പഠിക്കും അല്ലേ? 10 കൽപ്പനയും നമ്മൾ പഠിക്കണം. ഇവിടെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്യം എന്താ വായിച്ചേ? ശരിക്കെന്ന് പറഞ്ഞേ. റെഫറൻസ് പറഞ്ഞേ. അതൊക്കെ ടക്കെന്ന് പഠിക്കണം കേട്ടോ. ഇനി എല്ലാ ചിന്തകളും മാറ്റിയേക്കണം. ഞാൻ പറയുന്നത് മാത്രം പറയുന്നത് കേൾക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. അത് ചുരുക്കി നമുക്ക് യോഹന്നാൻ 14:15 എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 14:15 എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം ഓർത്തോണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. അത് നമ്മൾ എളുപ്പമെന്ന് പറയുന്നതാണ്. യോഹന്നാൻ 14:15 അല്ലേ? യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പറഞ്ഞേ, ഒന്നുകൂടെ ചില ഉറക്കെ പറഞ്ഞേ. സാറേ, ഇത് കഴിഞ്ഞ് സ്നേഹവിരുന്ന് ഏതാണ്ട് ഉണ്ടാവുമല്ലോ നോട്ടീസിൻ്റെ അകത്ത് പറഞ്ഞു. ഉണ്ടോ? ഇന്നാണോ ഇത് കഴിഞ്ഞിട്ട്? സ്നേഹവിരുന്നുണ്ടെന്നല്ലേ നോട്ടീസിൽ പറഞ്ഞേക്കുന്നത്? ഒന്നുകൊണ്ട് പാരപ്പുണ്ട്. ഇത് കഴിഞ്ഞ് ഉടനെ എന്തുണ്ട്? വളരെ നല്ലൊരു വിശാലമായിട്ട് സാപ്പാടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവർ കൈപൊക്കിക്കേ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും കൈപൊക്കിയോ? ഓക്കെ. ഈ കുഞ്ഞു പിള്ളേർ പുറകിൽ നടുക്കത്തായിരുന്നു, ഈ കാണത്തില്ല കേട്ടോ. എന്നാലും നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നോക്കിക്കോണം കേട്ടോ. ഓക്കെ, കൈ താത്തിട്ടോ. ഓക്കെ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം? കൽപ്പനയെ കാത്തുകൊള്ളേ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകളെ കാത്തുകൊള്ളുന്നവർ എന്ത് ചെയ്യും? ദൈവത്തെ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പന കാക്കണം. എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? ഏത് കൽപ്പനയാ? ഓക്കെ. അപ്പോൾ കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അനുസരിക്കാനല്ല, കൽപ്പന അനുസരിക്കും. ഓക്കെ. നമ്മുടെ CSIക്കാരുടെ ആരാധന ലോകോത്തരം എന്നാണ് പറയുന്നത്. നമ്മുടെ ലിറ്റർജി, നമ്മുടെ ആരാധന അത് ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ആരാധന എന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളിൽ നിന്നും കുറേ ഭാഗങ്ങൾ എടുത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എടുത്ത് ചേർത്താണ് നമ്മുടെ ആരാധനാ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് 80% വേദവാക്യങ്ങൾ തന്നെയാണ്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വേർഡുകളാണ്. അപ്പോൾ അത് മുഴുവനും എന്താണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ലോകത്തറിയപ്പെടുന്ന എല്ലാ ആരാധനാ പുസ്തകങ്ങളിൽ നിന്നും ഒരു ചുരുക്കമാണ്. അതുകൊണ്ട് ചുരുക്കമാണ്, ലളിതമാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ലിറ്റർജി ആയിട്ട് ആരാധനാ പുസ്തകമാണ് നമ്മുടെ ആരാധന. CSIയുടെ ആരാധനയെ കണ്ടുവരുന്നു. മറ്റു പല പുതിയ സഭകളും ആരാധന പുസ്തകം തയ്യാറാക്കി ലിറ്റർജി തയ്യാറാക്കുമ്പോൾ അവർ പലതും തപ്പിയതിന് ശേഷം അവസാനം വന്നെത്തുന്നത് നമ്മുടെ ആരാധന പുസ്തകത്തിലാണ്. അതിനെ അടിസ്ഥാനമാക്കി പല സഭകളും പുതിയ ലിറ്റർജി ഉണ്ടാക്കാനായിട്ട്, ആരാധനക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആരാധനക്രമത്തിൽ ഈ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കൽപ്പനയുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് പോകുന്നത് അല്ലേ? ഇന്ന് വിശുദ്ധ സംസർഗം ഉണ്ടായിരിക്കുമോ? ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ടല്ലേ? ഇന്ന് ഈ കൽപ്പന വല്ലതും പറഞ്ഞോ? നിങ്ങൾ കേട്ടായിരുന്നോ? ഇന്ന് കൽപ്പന സംബന്ധം എന്തെങ്കിലും പറഞ്ഞോ? ഓർത്ത് നോക്കിയേ. പറഞ്ഞോ എന്ന് പറഞ്ഞിരുന്നു അത് കഴിയോ? ഒന്നെങ്കിൽ കൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ. 3 പേരെന്ന് പറയാം. അല്ല പോട്ടെ, 4 പേര്. 4 പേര് പറയുന്ന കൽപ്പനയെക്കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ളവരോ എന്നാ പറയുന്നു? ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്ന് കൽപ്പന സംബന്ധിച്ചും പറഞ്ഞോ? ഇവിടെ പറഞ്ഞായിരുന്നോ?
അതല്ലേ? എപ്പോഴാണ് പറഞ്ഞു? എങ്ങനെയാ പറഞ്ഞു? പറഞ്ഞു അതല്ല, ഇന്ന് ആരാധനയിൽ ഈ കൽപ്പന സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ ചോദിക്കും. അവർ ചോദിക്കാതെ തന്നെ അവർ പറഞ്ഞ് തെറ്റിപ്പോയെങ്കിലോ എന്ന് അവരോട് ചോദിക്കാം. നിങ്ങളോട് ചോദിച്ചാൽ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഇവർ വലിയ തെറ്റും പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് പിന്നെ നമുക്ക് പുറക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഓക്കെ, ഇന്ന് കൽപ്പന സംബന്ധമായിട്ട് പറഞ്ഞത് എന്താണ്? ഓർക്കുന്നവർക്ക് പറയാം, ഇവിടെ കുട്ടികൾ മാത്രം. പറഞ്ഞു. ബാക്കി പുസ്തകത്തിലൊന്നും നോക്കരുത്. ഓക്കെ, ഇരുന്നോ, മിടുക്കി. ഏതാണ്ട് ഐഡിയ ഉണ്ട്, കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം എന്നും പറഞ്ഞാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് പറഞ്ഞിരിക്കല്ലേ? സാധാരണ ഇതിൽ 2 രീതിയിലാണ് അത് പറയുന്നത്. ഒന്ന്, മുഴുവൻ കൽപ്പനകളും 10 കൽപ്പനകളും എന്ത് ചെയ്യും? പറയും. അതല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കം പറയും, അല്ലേ? കർത്താവ് ചുരുക്കി പറഞ്ഞ കൽപ്പന 2ആക്കി ചുരുക്കി പറഞ്ഞ ഭാഗം എടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ എടുത്തത് ബഹുമാനമുള്ള ലീസനച്ചൻ എടുത്തത് ഏതാണ്? കൽപ്പനയുടെ ചുരുക്കമാണ്, അല്ലേ? അതാണ് കർത്താവ് അരുളി ചെയ്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലേ കേൾക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞ്? ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. 2-മത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പം നിങ്ങളെല്ലാം കൂടെ എന്നാ പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അതല്ല, നിങ്ങളെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ? ആ ഭാഗമൊക്കെ നോക്കിയായിരുന്നു നിങ്ങൾ? ആരാധന പുസ്തകം ഉണ്ടോ കയ്യിൽ? ഉണ്ടല്ലേ? നോക്കിയായിരുന്നു. എന്നാ നിങ്ങൾ പറഞ്ഞേ? ആമേൻ. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആമേ, ദൈവം എനിക്ക് സ്തോത്രം എന്നൊക്കെ പറഞ്ഞല്ലേ? ഓക്കെ, കൊയറുകാരനാ പറഞ്ഞേ. എന്നാ നിങ്ങൾ പറഞ്ഞേ? ആകെ കൊളാക്കിട്ടോ. തിരിയണം കഴിഞ്ഞാണോ? ഓക്കെ, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ എന്നാണ് പറഞ്ഞത്. ഈ കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ മറുപടി പറഞ്ഞു, അല്ലേ? പ്രതിവാക്യം പറഞ്ഞു. അതുകൊണ്ട് CSAക്കാരൻ ആരാധനയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? CSAക്കാരൻ എന്ന് പറഞ്ഞാൽ CSAക്കാരെന്ന് പറയാം. CSAക്കാർ ആരാധനയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നല്ല ഓർമ്മയോടെ, ബുദ്ധിയോടെ എന്ത് ചെയ്യണം? സുബോധത്തോടെ എന്ത് ചെയ്യണം? വരണം. എന്താണ് അവിടുന്ന് കയറിയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ് കേൾക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം? ഓർക്കണം. കാരണം അതെല്ലാം നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അബോധാവസ്ഥയിൽ സുബോധമില്ലാതെ നമ്മൾ എന്തെങ്കിലും ആവും എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധനയിൽ ആരുടെ ദിവ്യമായ സാന്നിധ്യമുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. ആലയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ വേർതിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വളരെ മേടിൽ സെന്റ് പോൾസിന്റെ നാമത്തിൽ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ നാമത്തിൽ ഒരു സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്ന് ഇത് പ്രതിഷ്ഠിച്ച സമയത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് ഇത്. എന്ത് ചെയ്തിരിക്കുന്നു? ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. വേറെ ഒരു ആരാധനാ സ്ഥലങ്ങളും നമ്മളെ സംബന്ധിച്ച് വളരെ മേടിൽ CSAക്കാരെ സംബന്ധിച്ചില്ല. അതെവിടെയാണ്? അതിവിടമാണ് ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ വന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ഇവിടെ ആരാധന, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. വചനം അത് നമുക്ക് ഉറപ്പ് തരുന്നു. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. ഇപ്പോൾ തന്നെ എന്തുണ്ട്? ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ദൈവാലയത്തിൽ നമ്മൾ വരുമ്പോൾ ആ ദൈവിക സാന്നിധ്യ ബോധത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കണം. നമ്മൾ ഉറക്കം തൂങ്ങിയോ അങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. ഒരു പക്ഷേ നമ്മൾ ഉറക്കം തൂങ്ങിപ്പോകുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യരുത്? അങ്ങനെ ഇരിക്കരുത് എന്നാണ് നമ്മൾ കാണുന്നത്. നല്ല ബോധത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കണം. നല്ല ബോധത്തോടെ ദൈവസന്നിധി നമ്മൾ ഇരിക്കണം.
ദൈവ സാന്നിധ്യ ബോധം അല്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് നമ്മൾ എന്നാ പറഞ്ഞു വെച്ചാൽ ആമേൻ പറഞ്ഞു, ആമേൻ എല്ലാവരും പറയുന്നത് അല്ലേ, ചിലർ അതും പറയുന്നില്ല ഇപ്പോൾ അല്ലേ. ആമേൻ എന്നല്ല മാത്രമല്ല പറഞ്ഞത്, പിന്നെ എന്താ പറഞ്ഞേ? ദൈവമേ ഈ കൽപ്പനകളെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യണം? ഉണക്കണം, സഹായിക്കണം. അതിപ്പോൾ നമ്മൾ വന്ന് കൊയറുകാർക്കാണ് ആ ചുമതല കൊടുത്തിരിക്കുന്നത്. ഏത്? കൽപ്പന കാക്കാനും പാടാനുള്ള ആ അവകാശവും അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? ജനങ്ങളിൽ ആരാധകരെല്ലാം കൂടെ കൊയറുകാർക്ക് കൊടുത്തിരിക്കുകയാണ്. കൊയറില്ലാത്ത കാര്യത്തിൽ ആ സ്ഥലമാണ് തീർന്നു അല്ലേ. ഇപ്പോൾ കൊയറുകാർ ഇങ്ങനെ പറയാൻ തുടങ്ങി അതും അവിടെ നിന്നും വിട്ടുപോയി എന്ന് പറയാതിരിക്കാണ് തരമില്ല അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് വളരെ ക്ലീനായിട്ടിരിക്കണം, ശ്രദ്ധയോടെയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആരാധനയൊക്കെ പോകും. ആരാധനയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആമേൻ പറയേണ്ടത് ആമേൻ പറയും. എവിടെ ആമേൻ പറയുന്നത് അറിയത്തില്ലല്ലോ അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സേസൈക്കാർ പള്ളിയിൽ പോയാൽ എന്ത് ചെയ്യും? വേദപുസ്തകം അവരുടെ കയ്യിലില്ലെങ്കിലും പാട്ടുപുസ്തകം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ അതുകൊണ്ട് പാട്ടുപുസ്തകത്തോട് ചേർന്ന് എന്ത് ചെയ്യുന്നു? ആരാധന പുസ്തകം കൂടെ ചേർന്ന് 3 in 1 ആയിട്ട് എന്ത് ചെയ്യണത്? നമ്മുടെ പാട്ടുപുസ്തകമൊക്കെ അച്ചടിക്കുന്നത് അല്ലേ. കീർത്തനവും ആരാധന പുസ്തകവും ചിലർക്ക് ഇപ്പോൾ സങ്കീർത്തനം കൂടെ ചേർത്ത് അടിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ആരാധന പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമുക്ക് കാണാൻ സാധിക്കും, വായിക്കാനായിട്ട് സാധിക്കും, ശ്രദ്ധ പതറിപ്പോകാതിരിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കൽപ്പന അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അനുസരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധന. ഓരോ CSI പള്ളിയിലും ആരാധന, വിശുദ്ധ സർഗ ശുശ്രൂഷ ആരംഭിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട് അല്ലേ. ന്യായപ്രമാണം ഏതാ? ന്യായപ്രമാണം ഏതാ? പറഞ്ഞോ, വേഗം പറഞ്ഞു. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. കുറഞ്ഞത് 5 മണിക്കൂർ പോകുന്നൊരു ആരാധന. ഞാൻ അച്ഛൻ പറഞ്ഞു 4.5 മണിക്കൂറിന് തീർത്തണമെന്ന് അച്ഛൻ പറഞ്ഞു. 6 മണിക്കൂർ. ഇപ്പം നിങ്ങളിങ്ങനെ ഉത്തരം പറയാൻ താമസിച്ചാൽ എന്ത് ചെയ്യും? 5.5 മണിക്കൂറായി പോകും അല്ലേ. അച്ഛൻ നേരത്തെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു 1:30-ക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം. എന്നോട് പറഞ്ഞതാണ്, പക്ഷെ പൊതുവായിട്ട് പറഞ്ഞതായിട്ടാണ് എന്ത് ചെയ്തത്? അവിടുന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ, പറഞ്ഞു. എന്നതായിരുന്നു പറഞ്ഞേ? ന്യായപ്രമാണം. അതും മറന്നുപോയി അല്ലേ. ന്യായപ്രമാണം പറയാനാ പറഞ്ഞത്. ഏതാ ന്യായപ്രമാണം? ന്യായപ്രമാണം ഏതാണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ 2 കൽപ്പനയിൽ എന്തടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും അടങ്ങിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ന്യായപ്രമാണം അറിയത്തില്ലാത്ത പറഞ്ഞൊരു കാര്യമുണ്ടോ അല്ലേ. പിന്നെ സകല ന്യായപ്രമാണവും, പിന്നെ പ്രവാചകന്മാരാരല്ല? യെരമ്യാവ്, യെശയ്യാവ്, എസ്കേൽ, എസ്കേൽ, ദാനിയേൽ, യോവേൽ, ആമോസ് അല്ലേ, ഹബക്കൂക്ക് അല്ലേ, ഹഗ്ഗായി, ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ന്യായപ്രമാണം, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട് അല്ലേ. പക്ഷേ പ്രവാചകന്മാർ നിങ്ങൾ പറഞ്ഞു, ന്യായപ്രമാണം പറഞ്ഞില്ല. ഏതാ? ഓക്കെ, ന്യായപ്രമാണം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മോശയുടെ 5 പുസ്തകങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ തോറ എന്ന് പറയും. ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാരുടെ ബൈബിൾ എന്ന് പറയും. അതാണ് ന്യായപ്രമാണം. അപ്പോൾ ഈ 2 കൽപ്പനകളിൽ ഈ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനവും മുമ്പ് നിങ്ങൾ പറഞ്ഞ പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട് അല്ലേ. പ്രവാചകന്മാർ അടങ്ങിയെന്ന് പറഞ്ഞാൽ അവരുടെ എഴുത്തുകൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്, പ്രവചനങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്, ഈ കൽപ്പനകളും ഈ പ്രമാണ പുസ്തകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കൽപ്പനകളെ മുഴുവനായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തെല്ലാം കൂടെ വായിച്ചു പഠിക്കണം? എന്തെല്ലാം കൂടെ വായിച്ചു പഠിക്കേണ്ടി വരും? യേശു ചുരുക്കി പറഞ്ഞ 2 കൽപ്പനകളുടെ അതിൻ്റെ മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതെല്ലാം വായിച്ച് പഠിക്കണം? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനവും പ്രവാചകന്മാരുടെ പുസ്തകവും വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കർത്താവ് ചുരുക്കി പറഞ്ഞ 2 കൽപ്പനയുടെ പൊരുൾ നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ. മനസ്സിലായോ? അപ്പോൾ എന്ന് നമുക്കിതെല്ലാം വായിച്ച് തീർത്തിട്ട് വരാൻ പറ്റും? അറിയണ്ടേ? 10 കൽപ്പനയെ അറിയത്തില്ല, പോട്ടെ, 2 അറിയണമെങ്കിലല്ലേ, 2 അറിയണ്ടേ അല്ലേ. 2 പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും പുസ്തകമെല്ലാം വായിച്ച് പഠിച്ചുകൊണ്ട് വരണം. അപ്പോൾ എന്ന് വരാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പം തന്നെ എത്ര വയസ്സായി? നമ്മൾ സാധാരണ 14 വയസ്സ് തൊട്ടാണ് സ്ഥിരീകരണം കൊടുക്കുന്നത് അല്ലേ.
14 കൂട്ടിക്കും, ഒരു സമാധാനത്തിന് 15 കൂട്ടിക്കും. 15 വയസ്സായി. എത്ര വയസ്സാകുമ്പോൾ നിങ്ങൾ വരും ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ട്? എപ്പം വരും? ഇത്ര നാളായിട്ട് ഇത്തിരി പഠിച്ചു അല്ലേ? ഓക്കെ, ഇപ്പം എത്ര? ഓക്കെ, എങ്ങനെയാണൊരു 80-85 വയസ്സെങ്കിലും ആകും അല്ലേ? ഓക്കെ, ഞാനത് പറഞ്ഞത് 85 വയസ്സാകുമ്പം വരാൻ പറഞ്ഞതല്ല. അതാണ് അതിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ മഹത്വം. അതുകൊണ്ട് നമ്മളിതെല്ലാം പഠിച്ചിട്ട് എല്ലാവരും ഇത് പഠിച്ചിട്ട് വന്നു എന്ന് നിരൂപിക്കേണ്ടതില്ല. വായിച്ചു, ചിലപ്പോൾ പഠിച്ചു കാണും, മറന്നുപോയി കാണും അല്ലേ? പക്ഷേ ഇതെപ്പോഴും നമ്മുടെ ജീവിതമായിട്ട്, ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രമാണങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഈ പുസ്തകമായിട്ട് നിരന്തരമായൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വായിക്കേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകത്തിൽ പ്രകാരം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം, നിന്റെ ഹൃദയത്തിലിരിക്കണം. അത് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, അവരുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, അവരുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. തലമുറയായി ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ, കൽപ്പനകൾ, പ്രത്യേകിച്ച് ഇവിടെ പറയുമ്പോൾ 10 കൽപ്പനകളും അതിൻ്റെ വിശദീകരണങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അവരെല്ലാവരും നിങ്ങൾ എപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ച് അനുസരിച്ച് നടക്കുന്നുവോ അപ്രകാരം നിങ്ങളുടെ മക്കളും നടക്കേണ്ടതിന് ഇത് ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. കൽപ്പനകൾ എവിടുന്ന് മാറിപ്പോകരുത്? ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൽപ്പനകൾ 10 കൽപ്പന എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? അത് എവിടെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്? ആദ്യം പുറപ്പാട് പുസ്തകം. രണ്ടാമത് എവിടെയാണ് കാണുന്നത്? ആവർത്തനം. നിങ്ങൾക്കറിയാം. ഈ കൽപ്പനകൾ എവിടെയാണ് എഴുതി കൊടുത്തത്? അല്ല, എവിടെയാണ് എഴുതി കൊടുത്തേ? കല്ലിൽ. എന്തിനാ കല്ലിൽ എഴുതി കൊടുത്തേ? എന്തിനു മാഞ്ഞു പോകാതിരിക്കണം? മാഞ്ഞു പോകാതിരിക്കുന്നതിന് ഇവിടെ ഞാൻ പറഞ്ഞു അല്ലേ, ഇവിടെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കല്ലിൽ എഴുതിയിട്ടുണ്ടല്ലേ. എന്തിനാ കല്ല്? അത്രയും പൈസ മുടക്കി എന്തിനാ കല്ല് എഴുതുന്നത്? ആ കല്ല് എഴുതിയ സമയത്തിന് 3 ചെയറെങ്കിലും ചെയ്യാമായിരുന്നു. അന്നത്തെ കാലത്ത് വാങ്ങിയിട്ടായിരുന്നല്ലേ. എന്തിനാ കല്ല് എഴുതി? കല്ല് എഴുതിയിട്ട് പോലും നമ്മൾ മറന്നുപോയി അല്ലേ? കല്ല് എഴുതിയിട്ട് പോലും നമ്മൾ മറന്നു പോയിരിക്കുക. അപ്പം മറക്കാതെ ആ തലമുറ മാത്രമല്ല, വരുന്ന എല്ലാ തലമുറകളും വായിച്ചറിയേണ്ടതിന്, അതിലേക്ക് കടന്നു പോകുന്ന എല്ലാ ആൾക്കാരും ആ സ്ഥാപനം എന്ന് സ്ഥാപിതമായി എന്നും ആരാഴുന്നതിൻ്റെ പിന്നിൽ എന്നുള്ളതൊന്നും അറിയാൻ, കൽപ്പനകൾ അത് എന്തിനു വേണ്ടി എന്ത് എന്നറിയാൻ, തലമുറകൾ മനസ്സിലാക്കാൻ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കല്ലിൽ എഴുതി കൊടുത്തത് അല്ലേ? ഓക്കെ, ഇന്ന് ആദ്യത്തെ 1-ാം പാഠം ഏത് പുസ്തകമായിരുന്നു? 1-ാം പാഠമായിട്ട് വായിച്ച് ഇന്നിവിടെ വായിച്ചത് എസ്കേൽ പ്രവചൻ്റെ പുസ്തകമാണ്. അതിൻ്റെ അകത്ത് എന്നാ പറഞ്ഞേക്കുന്നത്? അവിടെ ഏതാണ്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കേട്ടായിരുന്നോ? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അത് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളുടെ കല്ലായ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ നിന്നും മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങളിൽ തരും. ഞാൻ എൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. ആ എഴുതിയ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാൻ താക്കണം. ഞാൻ ആത്മാവിനെ നിങ്ങളുടെ മേൽ ആക്കും. കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന ഹൃദയമാണ്. കല്ലുപോലെ ആയ ഹൃദയമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതനുസരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കല്ലുപോലെയുള്ളതെല്ലാം എന്ത് ചെയ്യും? മാറ്റും. മാംസളമായ ഹൃദയം തരും, അതിൽ എന്ത് ചെയ്യും? ഈ കൽപ്പനകൾ എഴുതും എന്ന് പറഞ്ഞാൽ അർത്ഥം, കല്ലിൽ എഴുതിയ കൽപ്പന ഇവിടെ ഹൃദയത്തിൽ അത് വേണ്ട രീതിയിൽ കയറി പ്രവർത്തിക്കാതെ ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇല്ലാതെ പോയതുകൊണ്ട് ഞാനത് ഹൃദയത്തിൽ എഴുതും എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് പഴയ നിയമത്തിലെ എസ്കേൽ പ്രവാചനത്തിൽ ആ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഹൃദയത്തിൽ എഴുതുക മാത്രമല്ല, എൻ്റെ ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിലാക്കി അതനുസരിച്ച് നടക്കുമാറാക്കും, അല്ലെങ്കിൽ അതനുസരിപ്പാനുള്ള ഒരു ശക്തിയായി ഞാൻ എൻ്റെ ആത്മാവിനെ തരും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെ ചുരുക്കം ഇതാണ്: കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ നമ്മൾ വായിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കണം. ആവർത്തന പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. എന്ത് ചെയ്യണം? ഈ കൽപ്പന എപ്പോഴും എല്ലായ്പ്പോഴും നിൻ്റെ ഹൃദയത്തിലിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? ഈ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ കൽപ്പന ദിനംതോറും ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളും ദൈനംദിന കാഴ്ചപ്പാടുകളെല്ലാം ഈ ദൈവവചനത്തിൽ അത് അടിസ്ഥാനപ്പെട്ട്, കൽപ്പനകൾക്ക് അടിസ്ഥാനപ്പെട്ട് ഉള്ളത് ആയിരിക്കണം എന്നാണ് അതിൻ്റെ ചുരുക്കം അല്ലേ? എല്ലാ മനുഷ്യരും അവരുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് രൂഢമൂലമായിരിക്കുന്ന, അല്ലെങ്കിൽ അവർ സൂക്ഷിക്കുന്ന പ്രമാണങ്ങൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്?
പോകുന്നത് എന്ന് മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളാകുന്ന നാം ഓരോരുത്തരും ഏത് അടിസ്ഥാനപ്പെട്ട് പോകണം? ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം, അല്ലേ? ഓക്കെ. കൽപ്പന പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലേ, കൽപ്പന അതേപടി തന്നെ എന്ത് ചെയ്യണം? അത് പഠിക്കണം. അതിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചും വേദോസം എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കാനത് ഉണ്ട്. ഓക്കെ. സ്ഥിരീകരണം കഴിഞ്ഞ് പോയി, നിങ്ങളല്ല കേട്ടോ, സ്ഥിരീകരണം കഴിഞ്ഞ് പോയൊരു കൊച്ചിനെ മോഷണത്തിന് പിടിച്ചു, ജയിലിലായിരുന്നു കുട്ടിക്ക്. മോഷ്ടാവെന്ന നിലയിൽ എന്ത് ചെയ്ത് പിടിച്ചു, ജയിലിലായി. എന്തായിരിക്കും കാരണം? കൽപ്പന മോഷ്ടിക്കരുതെന്ന് കൽപ്പന പഠിപ്പിച്ച് എന്ത് ചെയ്ത് ആ കൊച്ചു പോയില്ലായിരുന്നു, പനിയായിട്ട് കിടക്കാറുണ്ട്. ആ കൽപ്പന മറന്നുപോയി, അല്ലേ? കൽപ്പന അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് മോഷണമാണെന്ന് മനസ്സിലായില്ല. ഒരു സ്വപ്നസമയെ കുറിച്ച് പറയുന്നുണ്ട്, കൽപ്പന വന്നപ്പോഴാണ് പാപം എന്ന് എന്ത് ചെയ്ത് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായത് എന്നാണ് പറഞ്ഞത്. കൽപ്പന എന്ത് ചെയ്യുന്നു? പാപബോധം നമ്മളിൽ വരുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൽപ്പന പാപബോധം നമ്മളിൽ വരുത്തുന്നു. കൽപ്പന നമ്മളിൽ ഇല്ലെങ്കിൽ പാപമെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് പാപമാണെന്നറിയാതെ അതിൻ പ്രകാരം പോവുകയാണ് ചെയ്തത്. മോഷ്ടിക്കരുത് എന്നൊരു കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ മോഷണത്തെക്കുറിച്ച് എന്ത് ചെയ്യില്ലായിരുന്നു? അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയും, അല്ലേ? അപ്പം നമ്മളൊരു പൈതൽ പറയണം, മോഷണം എന്നെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു, അല്ലേ? മോഷ്ടിക്കരുതെന്ന് അറിയത്തില്ല, അല്ലേ? മോഷ്ടിക്കരുതെന്ന് അറിയത്തില്ലെങ്കിലും നമ്മളൊക്കെ അറിയാം, നിയമം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും. അറിയത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തില്ല? ജാമ്യം കിട്ടുമോ? മോഷ്ടിക്കുന്ന അറിയത്തില്ല, ഇളവ് കിട്ടുമോ? ഇളവൊന്നും കിട്ടത്തില്ല. അറിവില്ലായ്മ അതൊരു ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാനുള്ള ഒരു കാരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കൽപ്പനകൾ നിങ്ങൾ പഠിക്കുക, അത് നമ്മൾ ചെയ്യുക. അത് നമ്മുടെ ഹൃദയത്തിലിരിക്കണമെന്നാണ് പറയുന്നത്. അറിയത്തില്ലാതെ ഹൃദയത്തിരിക്കുമോ? ഹൃദയത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, അല്ലേ? ഉള്ളിലെ മനസ്സിൽ ഇരിക്കണം. ഓക്കെ. കൽപ്പന നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. മോഷണത്തെക്കുറിച്ച് തന്നെ പറയാം. കൽപ്പന ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ കുട്ടികളെല്ലാം ഉപയോഗിക്കുന്നതാണ്, കുട്ടികളെല്ലാം പ്രായമുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നതാണ് മൊബൈൽ ഫോണുകൾ, അല്ലേ? അത് കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചാർജ് ചെയ്യേണ്ടി വരും, അല്ലേ? കാർഡൊക്കെ മാറ്റി ഇടണം, അല്ലേ? പൈസ തീർന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വിളിച്ച് ചാറ്റ് ചെയ്ത് പൈസ തീരുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചൊക്കെ പൈസ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് കിട്ടും, അല്ലേ? പിന്നെ പൈസ ചോദിക്കാൻ പറ്റുമോ? ഉടനെ ചോദിക്കും, എന്തിനാണ് ഇത്ര വലിയ വിളി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല, അല്ല? എന്നാണ് അതിനൊക്കെ ഇത്ര വലിയ വിളി എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും പൈസ സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പായയുടെ ഉടുപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നു, പോക്കറ്റിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പൈസ കിടക്കണം, അല്ലേ? അതിനകത്തൊരു 100 രൂപ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ പൊക്കിപ്പിളാണ് ഓർക്കുന്നത്. എന്താ മോഷ്ടിക്കരുത്. അന്നേരം പൈസ കാത്തിയിട്ടു എന്ത് ചെയ്തു? ചുറ്റും നോക്കി ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. ഓക്കെ. മോഷ്ടിക്കരുത് എന്നുള്ളൊരു കൽപ്പന ആ പൈതലിൻ്റെ മോൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുണ്ട്, മോളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതെടുത്ത സമയത്ത് അത് ആ സമയത്ത് എന്ത് ചെയ്തു? ഓർമ്മ വന്നു, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? മോഷണം എന്ന കാര്യം ചെയ്തില്ല. ഓക്കെ. അങ്ങനെയാണ് കൽപ്പന പ്രാവർത്തികമാണ്. നമ്മുടെ ഉള്ളിൽ ആ കൽപ്പന ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിവാദത്തിൽ വരുന്നത് അങ്ങനെയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണെന്നാണ് ഇതിനാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കൽപ്പന ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? അത് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അത് നമുക്ക് കിട്ടത്തില്ല. സാധാരണ ഞാൻ പറയാറുള്ള ഉദാഹരണമാണ്, ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പീറ്റർ സാറിനെ നിങ്ങൾക്കൊന്ന് വിളിക്കണമെന്ന് തോന്നുവാന്ന് വിചാരിച്ചു. പീറ്റർ സാറിനെ വിളിക്കണം. പറയാം, ബ്രദർ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് MC പീറ്റർ, CSA സെൻറ്റ് പോൾസ് ചർച്ച് മുളകരപേട്, അങ്ങനെ മുഴുവൻ അടിക്കണോ? വേണം. ഇവിടെയുള്ള ഇടവക്കാർക്ക് സാറിനെ വിളിക്കാൻ എങ്ങനെ അടിച്ചാൽ മതി? MC അടിക്കുമ്പോൾ തന്നെ എന്ത് വന്നു? MC പീറ്റർ മുഴുവൻ വന്നല്ലേ? സാറിൻ്റെ പേര് മാത്രമല്ല ആ പേരുകാർ മുഴുവൻ എന്ത് ചെയ്യുന്നു വരുന്നത്, അല്ലേ? നമ്മൾ നോക്കിയെടുത്താൽ എളുപ്പമാണ്. അതെന്നെ അങ്ങനെ സംഭവിച്ചത്. മുഴുവൻ അടിക്കണം. ആദ്യം 1-2 അക്ഷരം അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അന്നേരത്തിന് വരിക. അതെങ്ങനെയാണ് വന്നത്? പറഞ്ഞു പറഞ്ഞേ സെയിം പറഞ്ഞ് സാറിനെ വിളിച്ചത് സാറിൻ്റെ പേര് വന്നു. അല്ല അതെങ്ങനെയാണ് വന്നതെന്ന് എൻ്റെ ചോദ്യം. പറഞ്ഞു മോള് പറഞ്ഞേ. സേവ് ചെയ്തിട്ടിരിക്കുക. നേരത്തെ എൻ്റെ പേര് കിടപ്പുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ വന്നു. നേരത്തെ പേരില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? മുഴുവനല്ല, കട്ടപ്പനേനെ കൂടെ അടിയിൽ എഴുതിയാലും എന്ത് ചെയ്യത്തില്ല? സാറിനെ വിളിക്കാൻ പറ്റത്തില്ല, അല്ലേ? നേരത്തെ ആ പേര് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുക. ഏതാണ്ട് അതുപോലെ തന്നെയാണ് എന്ത്? കൽപ്പനകളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാത് സമയത്ത് എന്ത് ചെയ്യും? അത് വരുമല്ലേ? ഓക്കെ. നിങ്ങൾ സ്ഥിരീകരണം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലാന്നുണ്ട് അടുപ്പയിരിക്കുന്ന തീയൊന്ന് ഓഫാക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒന്നര എനിക്കിപ്പോൾ നേരെ ഞാൻ പള്ളിയിലെല്ലാം പോയിട്ട് വന്നിരിക്കും.
അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് എന്നാ ഓർത്തെ അതിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം അല്ലേ. മമ്മി ഞാനിപ്പോൾ തന്നെ പോയിരിക്കാൻ പറഞ്ഞു അല്ലേ. ആദ്യം നമുക്ക് അങ്ങനെ ഒരു വന്നു അല്ലേ. അന്നേരം കൽപ്പന എന്ത് ചെയ്തു വന്നു, അതിനെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും അല്ലേ. പറഞ്ഞാൽ കേൾക്കാത്തൊരു അപ്പനെയും ബഹുമാനിക്കുന്നവരാണോ? അല്ല. ഉടനെ എന്ത് ചെയ്തു, കൽപ്പന ഉള്ള കാരണം അന്ന് ഓർമ്മ വന്നാണ് ഓടിച്ചെല്ലുന്നു, എന്ത് ചെയ്യുന്നു, മമ്മി എന്നൊക്കെ പറഞ്ഞു വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ് അല്ലേ. എല്ലാ കൽപ്പനകളും അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ കൽപ്പന ഇവിടെ വായിക്കുമ്പോൾ, ചുരുക്കം വായിക്കുമ്പോൾ ആ കൽപ്പനകൾക്ക് അനുസരിച്ചാണെന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ വന്നുപോയ കുറവുകൾ എന്ത് ചെയ്യുന്നത്, ഏറ്റുപറയുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ. ഞാനല്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാകരുത് അല്ലേ. നമ്മൾ പോകുന്ന വഴിക്കാണ് നോക്കിയപ്പോൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്, നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാ ആൾക്കാരും അവിടെ പോകുന്നു, നമ്മളും കൂടെ എന്ത് ചെയ്യുന്നു, അവിടെയും പോകുന്നു. ഇവിടെ അവിടെ ഒരു നേർച്ച ഇടാൻ പോകുന്നു അല്ലേ, എന്ത് ചെയ്യുന്നു, തപ്പിപ്പിടിച്ച് നേർച്ച ഇടുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഒന്നാം തരം പ്രാർത്ഥനയും കഴിഞ്ഞാൽ പോകുന്നു അല്ലേ. കൽപ്പന ഓർണം നമ്മൾ മറന്നുപോയി, ഏത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകാം അല്ലേ. അങ്ങനെ ഓർക്കുമ്പോൾ എന്ത് ചെയ്യും, ദൈവത്തോടൊന്നോട് അവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു അല്ലേ. വേറെ ഒരു ദൈവത്തിനും എന്ത് ചെയ്യത്തില്ല, നമ്മൾ നേർച്ച ഇടാനായിട്ട് പോകത്തില്ല, പ്രാർത്ഥിക്കാൻ പോകത്തില്ല അല്ലേ. അതാണ് കൽപ്പന ഉള്ളിലുണ്ടെങ്കിലുള്ള ഒരു ശ്രേഷ്ഠത എന്ന് പറയും. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കൽപ്പന ഉണ്ടായിരിക്കണം. വിശ്വാസ പ്രമാണം എത്രയുണ്ട്? ഏതെല്ലാം? ഓക്കെ. കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന എത്ര പേർക്ക് അറിയത്തില്ല? അതിന് കൈവയ്ക്കേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കാണാതെ ചൊല്ലാൻ അറിയത്തില്ലാത്തവരും കൈവയ്ക്കേ. അറിയാതെ കൈവയ്ക്കേക്കരുത് കേട്ടോ. എല്ലാവർക്കും അറിയാം. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഒരു കൊച്ചിനെ അറിയത്തില്ല. കുറച്ചൊക്കെ അറിയാം. അറിയാമെന്ന് ചൊല്ലാൻ പറഞ്ഞു. 3 തവണ ചൊല്ലി 4ാമത്തെ തവണയാണ് എന്ത് ചെയ്തത്, അതൊന്ന് ശരിയാക്കി എടുത്തത് അല്ലേ. കർത്താവിൻ്റെ പ്രാർത്ഥന അടിസ്ഥാനമായിട്ടും ഉറപ്പായിട്ടും പഠിച്ചു വരേണ്ട കാര്യമാണ് ഏത്, കർത്താവിൻ്റെ പ്രാർത്ഥന. ഓക്കെ. നമ്മളൊക്കെ ഏത് പള്ളിക്കാരാണെന്നാണ് പറഞ്ഞത്? CSI എന്ന് പറഞ്ഞാൽ ചർച്ച് സൗത്ത് ഇന്ത്യ അല്ലേ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എന്നാണുള്ളത്? CNI, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അല്ലേ. നമ്മുടെ സഭ ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1947. അതിന് മുമ്പ് നമുക്ക് പള്ളി ഉണ്ടായിരുന്നോ, പള്ളിക്കാരുണ്ടായിരുന്നോ? നമ്മുടെ പിതാക്കന്മാർക്ക് ഏത് പള്ളിക്കാരായിരുന്നു? ഇല്ല, അറിവുണ്ടോ? സീമസ് ആയിരുന്നു അല്ലേ. സീമസ് എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി അല്ലേ. അപ്പോൾ 947 എന്നാ പറ്റി? മഹാടം ഉണ്ടായോ? ഓക്കെ. 947 എന്ത് പറ്റി? അല്ല, എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞു 947 നമ്മുടെ പള്ളി ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ സഭ ഉണ്ടായി. ഏത് സഭ? CSI സഭ. ഓക്കെ. അപ്പോൾ CSI സഭ അല്ലാതെ മറ്റ് സഭകളില്ലായിരുന്നോ? ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന മറ്റ് സഭകളുടെ പേര് പറഞ്ഞു. CSI അല്ലാതെ പറഞ്ഞു. മാർത്തോമ, യാക്കോബ, കത്തോലിക്ക, ഓർത്തഡോക്സ്. നിങ്ങൾ ഇരിപ്പുണ്ടവർക്ക് നിങ്ങൾ ഇവിടെ ഈ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് പോകുന്നവർക്ക് ഊര് പള്ളിയുടെ ബോർഡ് കാണുന്നില്ലേ. സെൻറ്റ് മാർട്ടിൻ പള്ളി താഴെ ഇരിക്കുന്നു അല്ലേ. പിന്നെ ഇവിടെ ഒരു പള്ളി ഇരിക്കുന്നു, യാക്കോബ പള്ളി ഇരിക്കുന്നു, ഓർത്തഡോക്സ് പള്ളി ഇത്ര പള്ളിയല്ലേ, പെന്തക്കോസ്ത് പള്ളി ഇഷ്ടം പോലെ അല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തും ചുമ്മാ പറയുന്നത് അല്ലേ. നമ്മുടെ CSI സഭയാണ്. എന്താണ് ആ സഭയും ഈ സഭയും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും? അറിയത്തില്ല. ഓക്കെ, വ്യത്യാസമുണ്ട്. 1947 നമ്മുടെ സഭ രൂപീകൃതമായെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. രൂപീകൃതമായപ്പോൾ അത് ഒരു സഭയായിരുന്നോ, പല സഭകളായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ CSI സഭയിൽ എത്ര പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് CSI സഭ രൂപീകൃതമായത്? 4. ഏതെല്ലാം? ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ വലിയ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ ഇറങ്ങുവാണല്ലേ, വലിയ പ്രത്യേകമായ വേഷമൊക്കെ ധരിച്ചില്ല. നിങ്ങൾ അവിടെ പോയായിരുന്നു പ്രത്യേകമായിട്ടൊരു വേഷമൊക്കെ ധരിച്ചു പോയി. എവിടെ പോയത്? ഇന്ന് ഞങ്ങളുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്നാ? ഞങ്ങളുടെ പള്ളിയിൽ CSI പള്ളി. CSI പള്ളി എന്ന് പറഞ്ഞാൽ എന്നാ വിളിക്കുക? ഞങ്ങളതിനെക്കുറിച്ച് കേട്ടില്ല. എന്നാ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളെന്ന് പറയും, ഞാൻ പള്ളിയിൽ പോയി സാറിനോട് ചോദിച്ചിട്ട് പറയാം. അതിൻ്റെ സമയമുണ്ടോ? ഇല്ല. നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നാം സഭയെക്കുറിച്ച് പഠിച്ചിരിക്കും.
നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് വളരെ വേഗത്തിൽ പറയാം. 1947 4 സഭാ പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഐക്യസഭ. CSI സഭ എന്ന് പറയുന്നത് എന്നാ സഭയാണ്? ഒരു ഐക്യസഭയാണ് അല്ലേ? ആംഗ്ലിക്കൻ അല്ലെങ്കിൽ സഭാ പാരമ്പര്യം വെച്ച് നോക്കി പറഞ്ഞാൽ എപ്പിസ്കോപ്പൽ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ്. എപ്പിസ്കോപ്പൽ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ്. ഈ പ്രധാനപ്പെട്ട 4 സഭാ പാരമ്പര്യങ്ങളാണ്, വിശ്വാസ പാരമ്പര്യങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. അത് 4 കൂടി ഒരുമിച്ച് ചേർന്നാണ് CSI എന്ന ഐക്യസഭ രൂപീകൃതമായത്. ഐക്യസഭ രൂപീകൃതമായപ്പോൾ ചരിത്രപരമായ എപ്പിസ്കോപ്പസി എന്ത് ചെയ്തു? ആ സഭ സ്വീകരിച്ചു. അങ്ങനെ CSI എല്ലാ പാരമ്പര്യങ്ങളിലും ഇപ്പോൾ എന്തുണ്ട്? ബിഷപ്പും അച്ഛന്മാരും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സഭയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഒക്കെ കാണാവുന്നതാണ്. സൺഡേ സ്കൂളിൽ നിങ്ങൾ ഇനിയും സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? തുടർന്നും സൺഡേ സ്കൂളിൽ പോകണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. മറ്റു സഭകളിൽ നമ്മുടെ സഭയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ സഭ ഐക്യസഭയാണ്, ഒന്നായി തീർന്ന സഭയാണ്. മറ്റെല്ലാ സഭകളും ഒറ്റയൊറ്റ സഭകളാണ്. മറ്റുള്ള സഭകൾ ഒറ്റയൊറ്റ സഭകളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സഭ ഏത് സഭയാണ്? ഒന്നായി തീർന്ന സഭയാണ്. മറ്റുള്ള സഭകൾ ഇപ്പോൾ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് മാത്രമേ ഉള്ളൂ. ശ്രീൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ ശ്രീൻ കാത്തലിക് മാത്രമേ ഉള്ളൂ. മലങ്കര ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സുകാർ മാത്രമേ ഉള്ളൂ. മർത്തോമ ശ്രീൻ എന്ന് പറഞ്ഞാൽ മർത്തോമ ശ്രീൻകാർ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. മറ്റു ആൾക്കാർ അതിൻ്റെ അകത്ത് പൊതുവേ ഇല്ല. ഉണ്ട്, പക്ഷേ എണ്ണം വളരെ കുറവാണ്. പൊതുവേ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സഭയോ? നമ്മുടെ സഭയിൽ ആരെല്ലാം ഉണ്ട്? ഈ പറഞ്ഞ എല്ലാ പാരമ്പര്യങ്ങളിൽ നിന്നും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ഐക്യസഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞ എല്ലാ പാരമ്പര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അംഗങ്ങൾ ഇതിനകത്തുണ്ട്. പുതുതായിട്ട് വന്ന ആൾക്കാരും എന്ത് നമ്മുടെ ഈ സഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാനും സുവിശേഷം പ്രസംഗിക്കാനും പ്രഘോഷിക്കാനും കർത്താവിനെ സാക്ഷിപ്പാനുമുള്ള ഏറ്റവും മനോഹരമായ സഭയാണ് നമ്മുടെ സഭ, CSI സഭ. അത് മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റ് സഭകൾ ഒറ്റയൊറ്റ സഭകളായിട്ട് വളർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മൾ മറന്നു പോകാം. ഓക്കെ, വിശ്വാസ പ്രമാണം 2 അറിയാവുന്നവർ കൈവയ്ക്ക്. 2 വിശ്വാസ പ്രമാണം അറിയാവുന്നവർ കൈവയ്ക്ക്. 2 വിശ്വാസ പ്രമാണം കാണാതെ ചില അറിയാവുന്നവർ കൈവയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. 2 വിശ്വാസ പ്രമാണം അറിയാവുന്നവർ 2 പേര് ഈ കൂട്ടത്തിൽ ഉണ്ട്. നിങ്ങൾ എന്നാ വിശ്വസിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? ബാക്കിയുള്ളവർ അതങ്ങനെ വിശ്വസിക്കും. ദൈവം ഉണ്ടെന്ന്, ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കും. അന്നേരം അവർ പറയും ദൈവം ഉണ്ടെന്ന് ആരും കൊണ്ട് വിശ്വസിക്കുന്നു? നിങ്ങൾ മാത്രമല്ല, സാത്താനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. നമ്മൾ സാത്താന്മാരാണ് അല്ലല്ലോ. സാത്താൻ പോലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വിറയ്ക്കുകയും ചെയ്യുന്നതാണ്. നമ്മളൊക്കെ അത്ര വിറയൊന്നുമില്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും അല്ലേ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ചുരുക്കി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിശ്വാസ പ്രമാണം. നമുക്ക് സാമാന്യമായിട്ട് ലളിതമായിട്ടൊക്കെ പഠിക്കാം. വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? നിശ്ചയമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നമ്മുടെ CSI സഭയുടെ ഉപദേശത്തിൻ്റെ ഭാഗമാണ്. ചില സഭകൾ വിശ്വാസ പ്രമാണം എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ചില സഭകൾ കർത്താവിൻ്റെ പ്രാർത്ഥന അംഗീകരിക്കുന്നില്ല. നമ്മുടെ സഭ അങ്ങനെയുള്ള സഭകളല്ല. കർത്താവിൻ്റെ പ്രാർത്ഥന നിർബന്ധമായിട്ടും പഠിക്കണമെന്ന്, 10 കൽപ്പന നിർബന്ധമായിട്ടും പഠിക്കണമെന്നും, വിശ്വാസ പ്രമാണം നിർബന്ധമായിട്ടും പഠിക്കണമെന്നും, വേദപുസ്തകം 66 പുസ്തകങ്ങളുള്ള ഈ പുസ്തകം നിരന്തരം വായിക്കണമെന്നും കർത്താവിൽ ആശ്രയിക്കണമെന്നും പഠിപ്പിക്കുന്ന സഭയാണ് നമ്മുടെ സഭ. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. സക്രമം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണത് അർത്ഥം? സക്രമം. എത്ര സക്രമം CSI സഭയ്ക്കുണ്ട്? ഏതെല്ലാം? ഓക്കെ, കൊള്ളാം. നിങ്ങൾ വളരെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ പഠിപ്പിച്ച സാറന്മാരെയും പ്രിയപ്പെട്ട അച്ഛനെയും അതുപോലെ തന്നെ സ്ത്രീജന ക്ലാസ്സുകൾ എടുത്ത അധ്യാപകരെയും സൺഡേ സ്കൂളിൽ നിങ്ങൾ പഠിപ്പിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളുടെ സ്നാന സമയത്ത് നിങ്ങളുടെ ജ്ഞാനമാതാവക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ചില പ്രതിജ്ഞകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞകൾ ഇന്ന് നിങ്ങൾ സ്വയമായിട്ട് എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സ്നാനപ്പെട്ട സമയത്ത് നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു. മറന്നു പോകരുത്. സ്നാനമേറ്റ അന്ന് അപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു. തുടർന്ന് നിങ്ങൾ ദൈവ പൈതലെന്ന നിലയിൽ, നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നത് കൊണ്ട് ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നിങ്ങൾ ദൈവ പൈതലായിട്ട് വളർന്നു വരണം എന്നുള്ള ഉപദേശം എന്ത് ചെയ്തു? നിങ്ങൾക്ക് നൽകി. അവസാനം എന്ത് ചെയ്തിരിക്കുന്നു? അതിനുവേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കന്മാരും ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുത്തു. അവർ പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും 10 കൽപ്പനകളും ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കുന്ന സകല സംഗതികളും പഠിപ്പിച്ചതിന് ശേഷം
സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണമെന്ന് ഇന്നേക്ക് ഏതാണ്ട് സുമാർ 14 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു പറഞ്ഞു. അവരെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പോയതാണ്. നിങ്ങളിവിടെ ഒരിക്കൽ നിങ്ങളെ എന്ത് ചെയ്തിരുന്നു? കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നു സ്നാനം, ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് പള്ളിയിൽ ചേർന്ന് നിൽക്കുന്ന ആ പള്ളിയിൽ സ്നാനപ്പെടുത്തി ദൈവ പൈതലായിട്ട് നിങ്ങളെ സമർപ്പിച്ചു. നിങ്ങളെ വളർത്താനായിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ നിങ്ങൾ തന്നുവിട്ടു. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ കൊണ്ടുവരണം എന്ന് അന്ന് അവരോട് പറഞ്ഞു വിട്ടു. പിതാക്കന്മാരൊക്കെ ഇത് ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങൾ ഈ പിള്ളേരെ കൊണ്ടത് എങ്ങനെയാ ഇതെല്ലാം പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണമെന്നല്ലേ? പഠിപ്പിച്ചാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്തിരുന്നു? പിള്ളേരിവിടെ എന്ത് ചെയ്തു? വന്നിട്ടുണ്ട്, അവരെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് അവർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ ഇന്ന് സ്വയമായിട്ട് എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ്. അവരന്ന് എടുത്ത ചില പ്രതിജ്ഞകൾ പറയുന്നത് ഈ കൊച്ച് നന്നായി നല്ല വഴി പോകാൻ വേണ്ടി ഒരിക്കലും ഈ കൊച്ചിനെ അനുകരിക്കാൻ കൊള്ളാത്ത ഒരു സംഗതികൾ ഞങ്ങൾ എന്ത് ചെയ്തില്ല. കള്ള് കുടിക്കത്തില്ല, പിടി വലിക്കത്തില്ല, ഇഞ്ചക്ഷൻ എടുക്കത്തില്ല, മറ്റ് യാതൊരു വിധമായ കാര്യങ്ങൾ എടുക്കത്തില്ല, ചീത്തവാക്കൾ ഞങ്ങൾ വായിന്ന് വരുത്തേയില്ല, മോശമായി യാതൊരു പ്രവർത്തനങ്ങളും ചെയ്യത്തില്ല കൊച്ച് നന്നായി വരാൻ വേണ്ടി. ഈ ദൈവവൈതൽ അങ്ങനെ തന്നെ ദൈവവൈതലായിട്ടിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ യാതൊരു വിധമായ കുറ്റകൃത്യങ്ങളും മോശപ്രവർത്തികളും ഞങ്ങൾ ഈ പിള്ളേരുടെ കാലത്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ മാതാപിതാക്കന്മാരെ വഴക്കുണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ തലയാട്ടിയാലോ ഉണ്ടെന്നാണ് ഇല്ലെന്നാണ്? ഇല്ല, വീട്ടിൽ തിരിച്ചു പോകേണ്ടതാണല്ലോ അല്ലേ? അതുകൊണ്ട് അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? അതെല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് നിങ്ങൾ സ്വയമായിട്ട് പറയുകയാണ്, ഞങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല, ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സംഗതികൾ ഞങ്ങൾ ചെയ്യത്തില്ല. അതാ ഇവിടെ പറയാൻ പോണേ. അല്പം കഴിയുമ്പോൾ ഞങ്ങളതെല്ലാം എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കും. നിന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ ഞങ്ങൾ എന്ത് ചെയ്തില്ല? ആരാധിക്കത്തില്ല, നമസ്കരിക്കത്തില്ല, കുമ്പിടത്തില്ല. ദൈവമാണ് ഞങ്ങളുടെ ദൈവം, യഹോവ ദൈവമാണ് ദൈവം, യേശുവാണ് ഞങ്ങളുടെ കർത്താവ് അല്ലേ? ആ യേശുവിനെ മാത്രം നമ്മൾ ആരാധിക്കുകയുള്ളൂ. യേശുവിനെ എന്ത് ചെയ്യുന്നു? ഞാൻ രക്ഷകനായിട്ട് സ്വീകരിക്കും. വേറൊരു രക്ഷകൻ ഞങ്ങൾക്കില്ല. രക്ഷകനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? സ്വീകരിക്കണം. വിശ്വാസ പ്രമാണം എന്ത് ചെയ്യും? നിങ്ങൾ സ്വീകരിക്കുകയാണ്. വേദപുസ്തകം എല്ലാ ദിവസവും നിങ്ങൾ വായിക്കും എന്ന് പറഞ്ഞു പോവുകയാണ് അല്ലേ? ഇന്ന് വേദപുസ്തകം പള്ളി വരുന്നതിന് മുമ്പ് വായിച്ചു വരുന്ന വേദപുസ്തകം ഇന്ന് വായിച്ചു വരും. ഓക്കെ, കൈതാത്തിയിട്ടോ. മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും കേൾക്കാൻ വേണ്ടി പറയാണ്. പിള്ളേരിൽ പകുതിയിലധികം പേരെന്ത് ചെയ്തിട്ടില്ല? ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ചിട്ടില്ല കേട്ടോ. ശ്രദ്ധിച്ചോണം. ഇന്ന് പ്രാർത്ഥിച്ചവർ ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഈ വ്യക്തിക്ക് സത്യം മാത്രം പറയാമോ? ഏതാണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്ട് പ്രൈസ് ലോർഡ്. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? വേദവസം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വേദവസം വായിക്കുന്ന എന്തിനാന്ന് മുമ്പ് ഞാൻ പറഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വായിച്ചു നോക്കണം അല്ലേ? പ്രാർത്ഥനാപൂർവ്വം എന്ത് നമ്മൾ വായിക്കണം. പ്രായമുള്ളവർ സ്നാനപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അവർ സ്വയമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷമാണ് അവർ ആ സ്നാനം സ്വീകരിക്കുന്നത് എന്നുള്ളതിനും തർക്കമില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക്, ശിശുക്കൾക്ക് പ്രത്യേകമായ ഉപദേശവും മുതിർന്ന സ്നാനം എടുക്കുന്നവർക്ക് പ്രത്യേകമായ ഉപദേശമാണ്. സ്നാനോപദേശത്തെക്കുറിച്ച് നമുക്ക് കാണാൻ നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 2 തരത്തിലും നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. റെഫറൻസ് പറഞ്ഞ വാക്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രമാണിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിച്ച് തന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ഏതാണ്? അതെന്ന് പറയുന്നത് 10 കൽപ്പനകളാണ്. 10 കൽപ്പനകൾ എന്ത് ചെയ്തിരിക്കുന്നു? അത് ചുരുക്കി കർത്താവ് എന്ത് ചെയ്തു? 2 കൽപ്പനയായിട്ട് പറഞ്ഞു. 2 കൽപ്പനകളിൽ ഈ വചനങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ വചനങ്ങളും അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതുമായി നിരന്തരം ബന്ധം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരു വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കണം അല്ലേ? അതേതാണ്? അത് നമ്മൾ പഠിക്കുന്ന അപ്പോസ്തലിക വിശ്വാസ പ്രമാണവും അതുപോലെ തന്നെ നിഖ്യാവിശ്വാസ പ്രമാണം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ? നമ്മുടെ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സഭ ഒരു ഐക്യസഭയാണ്. വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അവരെല്ലാം ചേർന്നാണ് ഈ ഐക്യസഭ ദക്ഷിണേന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വളരെ പ്രധാനപ്പെട്ട കൽപ്പനകളെ പ്രമാണിക്കണം. അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ഈ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് പറ്റത്തില്ല.
ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളതാണ്, എന്ന് മറന്നു പോകരുത്. അത് ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടതാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം എങ്ങനെ വരുന്നു? ശുദ്ധീകരണം ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കൽപ്പനകൾ എന്ന് പറയുന്നത്. യേശുവുമായുള്ള ബന്ധത്തിൽ മാത്രമേ ദൈവസ്ഥനെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ ഉത്സാഹിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനാണ്, വിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.